നമസ്കാരം. അമേരിക്ക വെനിസുല കോൺഫ്ലിക്റ്റ് നാളെ ഗ്ലോബൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും, പ്രത്യേകിച്ചും കോമഡിറ്റി മാർക്കറ്റിൽ. ക്രൂഡിൻ്റെ പ്രൈസിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രൂഡ് കൂടാതെ ഗോൾഡ്, സിൽവർ, കോപ്പർ, ഗ്യാസോലിൻ തുടങ്ങിയവയുടെ പ്രൈസിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ക്രൂഡിൻ്റെ വില $65 പെർ ബാരൽ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. വെനിസുലൻ പ്രസിഡന്റിനെ നീക്കി അമേരിക്ക വെനിസുലയിൽ കൺട്രോൾ ഏറ്റെടുക്കുന്നതോടുകൂടി ഡയറക്റ്റായിട്ട് ക്രൂഡിൻ്റെ പ്രൈസിലായിരിക്കും, അല്ലെങ്കിൽ വെനിസുലയിലുള്ള ക്രൂഡ് റിസർവിലായിരിക്കും അമേരിക്ക ലക്ഷ്യമിടുന്നത്. കാരണം ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് റിസർവ് ഉള്ള ഒരു രാജ്യമാണ് വെനിസുല. ലോകത്താകമാനമുള്ള ക്രൂഡ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 17% ക്രൂഡിൻ്റെ റിസർവ് ഉള്ളതും വെനിസുലയിൽ തന്നെയാണ്. കണക്കനുസരിച്ച് ഏകദേശം 3.3 ബില്യൺ ബാരലിൻ്റെ ക്രൂഡാണ് വെനിസുലയിലുള്ളത്. വെനിസുലൻ ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ പ്രസിഡന്റിനെയും മാറ്റുന്നത് വഴി അമേരിക്ക ഡയറക്റ്റായിട്ട് വെനിസുലയുടെ ക്രൂഡ് റിസർവിൽ തന്നെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ക്രൂഡിൻ്റെ പ്രൈസിൽ വളരെ വലിയ വോളറ്റിലിറ്റി നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ക്രൂഡിൻ്റെ പ്രൈസിലുണ്ടാകുന്ന വോളറ്റിലിറ്റി മൂലം ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന വോളറ്റിലിറ്റി അല്ലാതെ അമേരിക്ക വെനിസുല കോൺഫ്ലിക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ത്യക്ക് വെനിസുലയുമായ ഡയറക്റ്റ് ട്രേഡ് റിലേഷൻ വളരെ കുറവാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2023-24 കാലയളവിൽ $1.4 ബില്യൺ ക്രൂഡ് ഇമ്പോർട്ട് ഇന്ത്യ നടത്തിയിരുന്നു. എന്നാൽ അത് 24-25 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 81% ഇടിഞ്ഞ് $285.3 മില്യൺ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ 2019 അമേരിക്ക വെനിസുലയ്ക്ക് മുകളിൽ ചില ഫിനാൻഷ്യൽ സാങ്ഷൻ ഏർപ്പെടുത്തിയതിന് ശേഷം ഇന്ത്യ വെനിസുലയുമായിട്ടുള്ള ട്രേഡ് വളരെയധികം കുറയ്ക്കുകയും വെനിസുലയുമായി വളരെ നാമമാത്രമായ രീതിയിലുള്ള ട്രേഡ് മാത്രമേ നടത്തുന്നുള്ളൂ. ഇനി ഇന്ത്യ വെനിസുലയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. $95.3 മില്യൺ എക്സ്പോർട്ട് മാത്രമാണ് ഇന്ത്യ വെനിസുലയിലേക്ക് നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അമേരിക്ക വെനിസുല കോൺഫ്ലിക്റ്റ് ഡയറക്റ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ഓരോ വോളറ്റിലിറ്റിയും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചേക്കാം. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ഒരു സ്റ്റോക്ക് അവന്യൂ സൂപ്പർ മാർട്ടാണ്. $3721 സ്റ്റോക്കിൻ്റെ വില. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് ഏകദേശം ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ 52 വീക്കിലോ 3340, 52 വീക്ക് ഹൈ 5000-അടുത്തുമാണ്. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് സ്റ്റോക്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. സാധാരണഗതിയിൽ കഴിഞ്ഞ 2-3 ക്വാർട്ടറുകളായി അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിൽ മാർക്കറ്റ് അത്ര രീതിയിൽ റിയാക്ട് ചെയ്യാറില്ല. എന്നാലും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് അലോൺ റവന്യൂ 15,565 കോടിയിൽ നിന്നും 17,612 കോടിയിലേക്ക് ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. ക്വാർട്ടർ 3ലെ സ്റ്റാൻഡ് അലോൺ റവന്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ കമ്പനിയുടെ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റാൻഡ് അലോൺ റവന്യൂ 11,304 കോടിയിൽ നിന്നും 13,247 കോടിയിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. ഏകദേശം 442 സ്റ്റോറുകൾ ഇന്ത്യയിലാകമാനം കമ്പനിക്കുണ്ട്. ഈ ക്വാർട്ടറിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്റ്റോർ ഓപ്പണിംഗ് കമ്പനി നടത്തിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 4% വർധനവായിരുന്നു ഉണ്ടായത്. 660 കോടിയിൽ നിന്നും 685 കോടിയിലേക്കും പ്രോഫിറ്റ് റവന്യൂ 16% വർദ്ധിച്ച് 14,445 കോടിയിൽ നിന്നും 16,767 കോടിയിലേക്കുമാണ് ഉയർന്നത്. എബിറ്റയിൽ കഴിഞ്ഞ ക്വാർട്ടർ 2-ൽ 11% വർധനവുണ്ടായി. 1,213 കോടി രൂപയുടെ എബിറ്റ കമ്പനി നേടുകയും പ്രോഫിറ്റ് മാർജിൻ 4%-അടുത്ത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തതുമാണ്. സ്റ്റോക്ക് ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്നു. 6 മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ 5%, ഇയർ ടു ഡേറ്റിൽ സ്റ്റോക്ക് ഏകദേശം 5%-അടുത്ത് നെഗറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3,400 ഒരു പ്രധാന സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് സോണിലേക്ക് സ്റ്റോക്ക് നീങ്ങുകയാണ്. 5,000 ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഇപ്പോഴും ഡൗൺവേർഡ് ട്രെൻഡിലാണ്. അതുകൊണ്ട് അത്ര വലിയ മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള മൊമെൻറ്റം മീഡിയം ടൈമിൽ അല്ലെങ്കിൽ വീക്ക്ലി സ്വിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ ഡിമാർട്ട് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കേണ്ട. രണ്ടാമത്തേത് DSM ഫ്രഷ് ഫുഡ് ലിമിറ്റഡ് ആണ്. DSM ഫ്രഷ് ഫുഡ് ലിമിറ്റഡ് 140 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കാണ്. ഈ കമ്പനി റീസെൻ്റ്ലി അവിയം ഫുഡ് ടെക് എന്ന കമ്പനിയുടെ 51% സ്റ്റേക്കുകൾ 7 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിയം ഫുഡ് ടെക് ലിമിറ്റഡിൻ്റെ സ്റ്റേക്ക് അക്വയർ ചെയ്തതുവഴി DSM ഫ്രഷ് ഫുഡ് എന്ന കമ്പനി റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് തുടങ്ങിയ റെഡി ഫുഡ് സൊല്യൂഷൻ സെഗ്മെൻറ്റിലേക്ക് കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക.
അവിയം ഫുഡ് ലിമിറ്റഡിൻ്റെ 51% കൺട്രോളിംഗ് സ്റ്റേക്ക് അക്വയർ ചെയ്തതുകൊണ്ട് സ്റ്റോക്കിനെ നമ്മൾക്ക് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അതേസമയം ടെക്നിക്കലി സ്റ്റോക്ക് വളരെ വീക്കാണ്. സ്റ്റോക്ക് 200 രൂപയ്ക്ക് അടുത്ത് പ്രൈസ് റിജക്ഷൻ നേരിടുകയും സ്റ്റോക്ക് 130 രൂപയ്ക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 120 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. ഏതെങ്കിലും കാരണവശാൽ 120 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ 130 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയോ ചെയ്താൽ സ്റ്റോക്കിൽ ഫർദർ ഡൗൺ സൈഡ് ട്രെൻഡ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്